ഇന്നത്തെ ഡേ ഒരു വലിയ ട്രാജഡിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ലായിരുന്നു. ഹലോ, 30 ഡേയ്സ് മിനി വ്ളോഗ് ചലഞ്ചിലെ ഡേ 12 സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമുക്ക് കാപ്പിക്ക് ദോശയായിരുന്നു. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടുന്നു. സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ ദോശയുള്ള ദിവസമാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി, അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റെഡിയായി ഡ്യൂട്ടിക്ക് വേണ്ടി പോവാണ്. ഇന്ന് ഉച്ചവരെയുള്ള ഡ്യൂട്ടി, 2 മണി വരെ ഉള്ളായിരുന്നു ഡ്യൂട്ടി. അങ്ങനെ ഞാൻ സ്മോക്ക് കേസ് ട്രൈ ചെയ്തു. നേരത്തെക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ പൊട്ട് വെക്കാത്തതുകൊണ്ട് എന്തോ ഒരു അപാകത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോയി കേട്ടോ. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാര്യം ഇന്ന് നമുക്ക് വൈകിട്ട് വരെ നിൽക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് വരാമല്ലോ എന്നൊക്കെയുള്ളൊരു ഇതിനകത്താണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ ജംഗ്ഷനിൽ ചെന്നിട്ട് പിന്നെ ഈ പെരുവെയിലത്ത് നടക്കണമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അടപ്പളവാൻ തുടങ്ങി. എനിക്ക് ആകെ എന്തോ ഭയങ്കര ഒരു വിമിഷ്ടം, തലകറക്കോ ദേഹവേദനയോ അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലോട്ട് പോരുന്നു. വൈകുന്നേരമായപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു. എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കൈ നിൽക്കത്തില്ലെന്ന്. നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യാതെ ഒരുമാതിരി അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ട്രിപ്പ് ഇടട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് ഇട്ടു. ഞാൻ ലാസ്റ്റ് ട്രിപ്പ് ഇടുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അത് ഇതുപോലെ വയ്യാതായിട്ട് അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോണിലൊക്കെ കളിച്ചിങ്ങനെ കിടക്കുമ്പോൾ ട്രിപ്പ് ഇട്ട കൈയുടെ ഭാഗത്ത് കയറി ബൾജായി. അത് സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അവരിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവരും ശ്രദ്ധിച്ചില്ല. അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു നേഴ്സ് ഇങ്ങോട്ട് വന്ന് അത് വലിച്ചൂരി പിന്നെ ഇപ്പുറത്തെ കയ്യിൽ കുത്തിയപ്പോൾ പിന്നെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ കൈ കുത്തി, അപ്പോഴും കിട്ടുന്നില്ല. പിന്നെ നേരത്തെ കുത്തിയെടുത്ത് തന്നെ കുറച്ച് മുകളിലോട്ട് ഒന്നും കൂടി കുത്തി, അപ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ 3-4 പ്രാവശ്യം കുത്തി. അവസാനം അവർ പറഞ്ഞു വെള്ളം കുടിക്കാത്തതുകൊണ്ടാണെന്ന്. ലാബിൽ വർക്ക് ചെയ്യുന്ന എന്നോട് ബല. അങ്ങനെ ആ ശ്രമം അവർ ഉപേക്ഷിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ള മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കയറി. മധുരമുള്ള നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അവസാനം ഇഞ്ചിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. ഇഞ്ചി ഇട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് തൊണ്ടയും ആമാശയും വരെ കത്തിപ്പോയി. അതിനിടയ്ക്ക് അതിൻ്റെ കണ്ണിൽ വരെ തെറിച്ചു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.